നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൽമാൻ രാജാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് റിയാദിലെത്തിച്ച ഇറാഖി സയാമീസ് ഇരട്ടകളായ ഉമർ, അലി എന്നീ കുട്ടികളെ ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി വേർപെടുത്തിയ സന്തോഷവാർത്തയാണ് ഇന്ന് പ്രവാസി വാർത്തയിൽ. വ്യാഴാഴ്ച രാവിലെ 7-ന് ശസ്ത്രക്രിയാ സംഘം തലവൻ ഡോക്ടർ അബ്ദുല്ല അൽ റബീഅയുടെ നേതൃത്വത്തിൽ റിയാദിലെ നാഷണൽ ഗാർഡ് മന്ത്രാലയത്തിന് കീഴിൽ കുട്ടികൾക്കായുള്ള കിങ് അബ്ദുള്ള സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ തുടങ്ങിയ ശസ്ത്രക്രിയ വൈകിട്ട് 6-നാണ് അവസാനിച്ചത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ കാരുണ്യത്തിൽ സൗജന്യമായാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നത്. ഇരട്ടകൾ നെഞ്ചും വയറും പരസ്പരം ഒട്ടിപ്പിടിച്ച നിലയിലായിരുന്നു. കരൾ, പിത്തസഞ്ചി, കുടൽ എന്നിവയും പരസ്പരം പങ്കിടുന്ന നിലയിലായിരുന്നു ഈ കുട്ടികളുടേത്. അതുകൊണ്ട് തന്നെ വേർപെടുത്തൽ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ 70% വിജയപ്രതീക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വളരെ സൂക്ഷ്മമായി വിദഗ്ധ സംഘത്തിന് ഇവരെ വേർപെടുത്താനായി എന്നുള്ളത് ദൈവകൃപ തന്നെയാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ശസ്ത്രക്രിയ ചെയ്ത് വേർപെടുത്തിയ ശരീരഭാഗങ്ങളിൽ സ്കിൻ എക്സ്റ്റൻഷൻ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന ശസ്ത്രക്രിയയ്ക്കും ഇരട്ടകളെ വിധേയമാക്കി. പ്ലാസ്റ്റിക് സർജറി സംഘമാണ് ഇത് ചെയ്തത്. വേർപെടുത്തിയ കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ ഭദ്രമാണെന്നാണ് റിപ്പോർട്ടുകൾ. ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിൽ കൺസൾട്ടന്റുകൾ, സ്പെഷ്യലിസ്റ്റുകൾ, നഴ്സിംഗ്, ടെക്നിക്കൽ കേഡർമാർ എന്നിവരടക്കം 27 പേരാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇറാഖി സയാമീസുകളെ മാതാപിതാക്കളോടൊപ്പം റിയാദിൽ എത്തിച്ചത്. ഇറാഖിൽ നിന്നുള്ള സയാമീസ് ഇരട്ടകളെ വേർപെടുത്തുന്ന 5ാമത്തെ ശസ്ത്രക്രിയയാണ് ഇത്. 1990 മുതലാണ് സയാമീസുകളെ വേർപെടുത്തുന്നതിനുള്ള സൗദി പദ്ധതി ആരംഭിച്ചത്. ഇപ്പോൾ നടക്കുന്നത് 54ാമത്തെ ശസ്ത്രക്രിയയാണ്. ഭ്രൂണാവസ്ഥയിൽ തന്നെ ശരീരം ഒട്ടിച്ചേർന്ന നിലയിൽ ജനിക്കുന്ന ഇരട്ടക്കുട്ടികളാണ് സയാമീസ് ഇരട്ടകൾ. ഒട്ടിച്ചേർന്ന ഇരട്ടക്കുട്ടികളുടെ മുൻഭാഗമോ പിൻഭാഗമോ പൂർണ്ണമായോ ഭാഗികമായോ ഒട്ടിച്ചേർന്നിരിക്കാം. ശരീരത്തിനുള്ളിലെ അവയവങ്ങൾ 2 കുട്ടികൾക്കും വെവ്വേറെ ഉണ്ടെങ്കിൽ ഈ കുട്ടികളെ ശസ്ത്രക്രിയയിലൂടെ വേർപെടുത്താം. ചിലപ്പോൾ പ്രധാനപ്പെട്ട ശരീരാവയവങ്ങൾ 2 കുട്ടികൾക്കും കൂടി 1 മാത്രമേ കാണുകയുള്ളൂ. ഇങ്ങനെയുള്ള ഇരട്ടക്കുട്ടികൾക്ക് വെവ്വേറെയുള്ള ജീവിതം അസാധ്യമാണ്. വളരെ അപൂർവമായി മാത്രമേ സയാമീസ് ഇരട്ടക്കുട്ടികൾ ജനിക്കാറുള്ളൂ. ശരാശരി 1,20,000-1 എന്ന അംശബന്ധത്തിലാണ് ഇത്തരം ജനനം നടക്കുന്നത്. 70% ശിശുക്കളും ജനിച്ച ഉടൻ തന്നെ മരണപ്പെടുകയാണ് കാണാറുള്ളത്. പെൺകുട്ടികൾക്കാണ് കൂടുതൽ രക്ഷപ്പെടാനുള്ള സാധ്യത. ഗർഭധാരണത്തിന്റെ ആദ്യ നാളുകളിലാണ് ഭ്രൂണം വിഘടിക്കുന്നത്. ഇത് പൂർണ്ണമായി നടക്കാതെ വിഭജനം അവസാനിക്കുമ്പോഴാണ് സയാമീസ് ഇരട്ടകൾ ഉണ്ടാകുന്നത്. പഞ്ചാബ് സ്റ്റേറ്റ് പവർ കോർപ്പറേഷന്റെ സപ്ലൈ കൺട്രോൾ സംവിധാനത്തിൽ 19കാരായ സോനയ്ക്കും മോനയ്ക്കും ജോലി ലഭിച്ചത് കഴിഞ്ഞ വർഷം വാർത്തയായിരുന്നു. ITIയിൽ നിന്ന് ഇലക്ട്രീഷ്യൻ ഡിപ്ലോമ നേടിയവരാണ് പിങ്കൽവാകര സ്വദേശികളായ ഇവർ. 2 തലയും വയറും മുതൽ താഴോട്ട് 1 ദേഹവുമായ ഇവർ കൈകൾ കൊണ്ട് അനായാസം എല്ലാ പ്രവൃത്തിയും ചെയ്യും. സാങ്കേതിക കാര്യങ്ങളിൽ അതീവ മികവുള്ളവരാണ് സോനയും മോനയും. ഒട്ടിച്ചേർന്ന ശരീരമാണെങ്കിലും 2 ഹൃദയം, 2 ജോഡി കൈകൾ, വൃക്കകൾ, സ്പൈനൽ കോഡ് എന്നിവയുമായാണ് സോനയും മോനയും പിറന്നത്. എന്നാൽ കരൾ, പിത്തസഞ്ചി, പ്ലീഹ എന്നിവ ഇരുവർക്കും പൊതുവായി 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാലുകളും 1 ജോഡി മാത്രം. 2003 ജൂൺ 14-ന് ന്യൂഡൽഹിയിലെ സുചേത കൃപാലിനി ആശുപത്രിയിലാണ് ഇരുവരും ജനിച്ചത്. ജനിച്ച അന്ന് മുതൽ പ്രതിസന്ധികളും വേദനകളുമാണ് പാവം ഈ കുട്ടികളെ നേരിട്ടത്. സയാമീസ് ഇരട്ടകളാണെന്ന് അറിഞ്ഞ മാതാപിതാക്കൾ ഇവരെ ഉപേക്ഷിച്ചു. ഇരട്ടകളെ പിന്നീട് എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഏതെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടും എന്നതിനാലും രക്ഷപ്പെടുന്നയാളുടെ നാഡീവ്യൂഹത്തിനും പുറങ്കാലുകൾക്കും ക്ഷയം സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നതിനാലും ശസ്ത്രക്രിയയിലൂടെ ഇരുവരെയും വേർപെടുത്തേണ്ട എന്ന് ഡോക്ടർമാർ തീരുമാനിക്കുകയായിരുന്നു. എയിംസ് അധികൃതർ പിന്നീട് ഇവരെ പഞ്ചാബിലെ തന്നെ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഇവർക്ക് ആഗ്രഹിച്ച് പഠിച്ചെടുത്ത ജോലി കിട്ടിയത്. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.